ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വോറിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സ്കോർപ്പിയോക്ക് വേണ്ടിയിട്ട് മാർച്ച് മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിലും നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാം. അവിടെ ഞാൻ ഓൾമോസ്റ്റ് ഡെയിലി റീഡിങ്സ് ഇടാറുണ്ട്. അവിടെ ഞാൻ കുറേ ആക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ അവിടെ ഫോളോ ചെയ്യാം എക്സ്ട്രാ മെസ്സേജസിന് വേണ്ടിയിട്ട്. നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് അത്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കോൺടാക്ട് ചെയ്യേണ്ട കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്ന വെച്ചാൽ അവിടെയും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് എൻക്വയറി ചെയ്യാം. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് മെസ്സേജസ് പറയണത് നിങ്ങളുടെ മന്ത്ലി മാർച്ചിൽ, അതിൽ നമ്മൾക്ക് നിങ്ങളുടെ മെസ്സേജസ് കാണാം എന്താണെന്ന്. അപ്പോൾ സ്കോർപ്പിയോ, നിങ്ങളുടെ മാർച്ച് മാസത്തിന്റെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് എംപ്രസ്. നിങ്ങളുടെ പാസ്റ്റില് 2 of Swords. കറണ്ട് എനർജി നിങ്ങളുടെ 8 of Pentacles ആണ്. ഫ്യൂച്ചറിൽ Chariot. ചാലഞ്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആർട്ടിസ്റ്റിന്റെ കാർഡ് വന്നു. അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 5 of Wands. ഹിഡൻ ഫാക്ടറിൽ ഡെവിൾ. ആൻഡ് ഔട്ട്കമിൽ നിങ്ങൾക്ക് ഈ കാർഡ്. ഇത് നമ്മൾക്ക് നമ്മൾ നോക്കാൻ പോകേണ്ട എന്താണെന്ന്. പക്ഷെ ഇപ്പോൾ തൽക്കാലം നിങ്ങളുടെ ഓവറോൾ എനർജി നോക്കുമ്പോൾ എംപ്രസ് എനർജിയാണ്. ഇത് അബണ്ടൻസിന്റെ എനർജിയാണ്. പക്ഷെ ഇത് നിങ്ങൾ അബണ്ടൻസ് അട്രാക്ട് ചെയ്യണു ഈ മാസം. നിങ്ങളുടെ എനർജി നല്ല കാര്യങ്ങൾ, പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. കുറെ ഗ്രോത്തിന്റെ എനർജിയാണ് ഇത്. നിങ്ങളുടെ അടുത്ത് ചിലവർ ഓൾറെഡി ഒരു സിംഗിൾ പേരന്റ് ആയിരിക്കാം. ഇത് പ്രഗ്നൻസിയുടെ എനർജിയുമാണ്. അപ്പോൾ നിങ്ങൾ പ്രഗ്നന്റ് ആവാൻ ട്രൈ ചെയ്യുന്ന വെച്ചാൽ ഈ മാസം നല്ല മാസമാണ്. ഡോക്ടറിനെയൊക്കെ കൺസൾട്ട് ചെയ്യാം. ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് നിങ്ങൾ അട്രാക്ട് ചെയ്യണു നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ എന്തോ ഒരു പുതിയ ഓഫർ വരാൻ പോകുന്നുണ്ട്. ഇതൊരു റിലേഷൻഷിപ്പ് ഓഫർ ആയിരിക്കാം. അങ്ങനെയാണ് വെച്ചാൽ ഇത് സ്റ്റേബിൾ ഓഫറാണ്. ആൻഡ് ഇത് ഫിനാൻഷ്യൽ ഓഫറും ആയിരിക്കാം, ഒരു പുതിയ ജോലിയുടെ ഓഫർ ആവാം. എന്തായാലും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഈ ഓഫർ എന്താണെന്ന് എല്ലാവർക്കും വേറെ മാതിരി ആയിരിക്കും. പക്ഷെ നിങ്ങൾ സെലിബ്രേറ്റ് ആണ് ചെയ്യണത് ഈ ന്യൂ ബിഗിനിങ്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ 2 of Swords ആണ്. 2 of Swords ഒരു ഇൻഡിസിഷൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് അറിയില്ല എന്താ വേണ്ടത്, എങ്ങനെയാ മുമ്പോട്ട് പോകണ്ടേ, ഏത് ഡയറക്ഷനിലേക്കാണ് പോകണ്ടേ. അപ്പോൾ ഒരു കൺഫ്യൂഷൻ പറയാൻ പറ്റില്ല, പക്ഷെ ഒരു സ്റ്റാഗ്നൻസിയുടെ എനർജി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. കിങ് ഓഫ് പെന്റിക്കിൾസിന്റെ ഇവിടെ ടോറസ് എനർജി. അപ്പോൾ പാസ്റ്റിൽ ഒരു ടോറസ് പേഴ്സൺ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പുതിയ ബിഗിനിങ് ഉണ്ടായി. അഗൈൻ ഇത് കരിയറിലും ആവാം, ഒരു പുതിയ ജോലിയുടെ ഓഫർ ആയിരിക്കാം. പക്ഷെ ഇത് ജോലി അല്ല വെച്ചാൽ ഇതൊരു റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് ആയിരിക്കാം, റൊമാൻറ്റിക് സിറ്റുവേഷൻ ആയിരിക്കാം. ഈ സിറ്റുവേഷനിൽ ഞാൻ സ്റ്റെബിലിറ്റി കാണുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഷുവർ അല്ല, നിങ്ങൾക്കൊരു സംശയമുണ്ട് അത് ഇത് വർക്ക്ഔട്ട് ചെയ്യോ ഇല്ലയെന്ന്. അപ്പോൾ കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത് നിങ്ങളുടെ കരിയറിലാണ് കൂടുതൽ എഫേർട്ട് ഇടണേ. റൊമാൻറ്റിക് ഈ കാര്യങ്ങൾ നടക്കണ്ട വെച്ചാൽ നിങ്ങൾ അതിനെ അത്ര ശ്രദ്ധിക്കണില്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ കരിയറാണ് ഈ മാസം ഒരു ഫോക്കസിൽ. ഓക്കെ, 4 of Swords. നിങ്ങളുടെ ഹെൽത്തിന്റെ കാര്യത്തിൽ കുറച്ച് സൂക്ഷിക്കണം ഈ മാസം. ഹെൽത്തിന്റെ കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് എടുക്കേണ്ടി വരും.
അത് മാത്രമല്ല ഇവിടെ ഒരു സെപ്പറേഷൻ ഞാൻ കാണുന്നുണ്ട്. ആരുടെയോ അടുത്തിന് ഒരു പേഴ്സൺ ഒരു റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് ഉണ്ടെച്ചാൽ അവരുടെ അടുത്തിന് ഈ മാസം അത്ര നിങ്ങൾ അത്ര കണക്ഷനിൽ ഉണ്ടാവില്ല, അത്ര ഒരു കോണ്ടാക്റ്റിൽ ഉണ്ടാവില്ല. കുറെയൊക്കെ നിങ്ങളുടെ ഉള്ളിലത്തെ പേടിയുടെ കാരണമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പേടിയുണ്ട്, ഫ്യൂച്ചർ എന്താവാന്ന് അത് വിചാരിച്ചൊരു പേടി. അപ്പോൾ മുമ്പോട്ട് പോവാൻ ഒരു പേടി, നിങ്ങൾക്ക് ഒരു ഫിയർ ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങൾക്ക് മനസ്സിലെ പേടി എന്താ വെച്ചാൽ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ മാതിരി ആയിരിക്കില്ല. പറഞ്ഞ കുറെ അങ്ങനെ ഫിയേഴ്സ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ കുറെ ഡിഫെൻസീവ് എനർജിയിലാണ് നിങ്ങൾ ഈ മാസം. ഫ്യൂച്ചറിൽ പക്ഷെ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടാവും. എന്ന് വെച്ചാൽ ചാരിയറ്റ് മുമ്പോട്ട് പോണ എനർജിയാണ്. ആൻഡ് ഏപ്രിൽ ആവുമ്പോഴേക്കും ഈ കൺഫ്യൂഷൻ തീരുമ്പോൾ നിങ്ങൾ മുമ്പോട്ടാണ് പോണത്, നിങ്ങളൊരു ഡിസിഷനാണ് എടുക്കുന്നത്. ഈ ഡിസിഷൻ എന്തായിരിക്കും? ചാരിയറ്റ് ക്യാൻസർ എനർജിയാണ്. അപ്പൊ ഇവിടെ കമ്മ്യൂണിക്കേഷൻ, ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ട്, ട്രാവൽഡ് എനർജി കാണാണ്ട്, സക്സസിന്റെ എനർജി ഉണ്ട്, പക്ഷെ ഹാർട്ട് ബ്രേക്കിന്റെ എനർജിയും ഉണ്ട്. അപ്പോൾ 3 of Swords മേ ബി റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ ആ ഡിസിഷൻ എടുത്തുകൊണ്ടായിരിക്കും ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായേ. നിങ്ങൾ എന്തോ ഒരു ഡിസിഷൻ എടുക്കണോ, ഒരു റിലേഷൻഷിപ്പിനെ കണ്ടിന്യൂ നിങ്ങൾ ചെയ്യണില്ല. അപ്പോൾ അതിൻ്റെ കാരണം കുറച്ചുകൂടി ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. പക്ഷെ അതുണ്ടായാലും നിങ്ങൾ മുമ്പോട്ടാണ് പോണത്. അതിൻ്റെ ഒരു നല്ല ഫീലിംഗ് ഉണ്ട്. അത് നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നു. ഇപ്പോൾ ഫൈനലി നിങ്ങൾക്ക് അറിയാം എന്താ വേണ്ടതെന്ന്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം ആർട്ടിസ്റ്റ് ആണ്. ആർട്ടിസ്റ്റ് എന്താ വെച്ചാൽ ഒരു ക്രിയേഷൻ്റെ എനർജിയാണ്, മാനിഫെസ്റ്റേഷൻ്റെ എനർജിയുമാണ്. നിങ്ങൾക്ക് ഒരു പേഴ്സന്റെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഫ്യൂച്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഈ പേഴ്സന്റെ കൂടെ ആ ഫ്യൂച്ചർ നിങ്ങൾക്ക് മനസ്സിൽ പറഞ്ഞാൽ അങ്ങനെ കുറെ ഒരു ഹോപ്പ് ഉണ്ട്. അത് ഈ പേഴ്സന്റെ കൂടെ ഞാൻ മുമ്പോട്ട് പോകും, ഒരു ഫ്യൂച്ചർ ഉണ്ടാവും, നമ്മളുടെ ഇങ്ങനെ വീടുണ്ടാവും, കുട്ടികളുണ്ടാവും. പക്ഷെ എന്തോ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു ബ്ലോക്ക് ഉണ്ട്. അതിൻ്റെ കാരണം കാര്യങ്ങൾ മുമ്പോട്ട് പോകില്ല. അഡ്വൈസ് നിങ്ങളുടെയും 5 of Wands ആണ്. അപ്പൊ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ കാരണമായിരിക്കാം ഈ ബ്ലോക്ക്. അതല്ലച്ചാ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറെ കാര്യങ്ങൾ മാച്ച് ആവുന്നില്ല, കുറെ വഴക്കുണ്ട്. അതിന്റെ കാരണം 3 of Wands ഇവിടെ ഒരു പേഷ്യൻ്റ്ലി യൂണിവേഴ്സ് നിങ്ങളോട് വെയിറ്റ് ചെയ്യാനാണ് പറയണത്. അഡ്വൈസ് അതാണ്. ഒരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ, പക്ഷെ അതിന്റെ സമയം ചിലപ്പോൾ ഈ മാസം ആ ശരിയായ സമയം അല്ല ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ മാസം ഒരു ഡിസിഷൻ എടുക്കാണ്ട് ഫ്യൂച്ചറിലാണ് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാൻ പോണത്. ഈ മാസം കുറെ നിങ്ങൾ കോൺഫ്ലിക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഡിസിഷൻ എടുത്താലും അത് എന്തോ വർക്ക്ഔട്ട് ചെയ്യില്ല, പറഞ്ഞാൽ അത് നിങ്ങൾ മുമ്പോട്ട് പോവാൻ ആ ധൈര്യം ഉണ്ടാവില്ല. ഡെവിലാണ് ഹിഡൻ ഫാക്ടറിൽ. അപ്പോൾ എന്തോ ഒരു ടോക്സിക് സിറ്റുവേഷനിലാണ് നിങ്ങൾ ഈ മാസം. ഈ കാര്യം പുറത്തു വരാൻ പോകുന്നുണ്ട്. ഈ മാസം കുറെ കാര്യങ്ങൾ റിവീൽ ആവാൻ പോകുന്നുണ്ട്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം, അതല്ല ഈ പേഴ്സന്റെ ബിഹേവിയർ മേ ബി അതായിരിക്കാം നിങ്ങൾക്ക് കുറച്ചൊരു ഷോക്കായി തോന്നുന്നുണ്ടാവുക. പക്ഷെ ഇവിടെ ഹീലിംഗ് എനർജി ഉണ്ട്, കിങ് ഓഫ് സോർഡ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ ടോക്സിക് സിറ്റുവേഷനിൽ ഉണ്ടായാലും അതിന് പുറത്തു വരണോ, ഹീൽ ചെയ്യണോ, കുറെ ഒരു പ്രാക്ടിക്കലായി എനർജിയിലാണ് നിങ്ങൾ. കിങ് ഓഫ് സോർഡ്സ് പ്രാക്ടിക്കൽ പേഴ്സന്റെ എനർജിയാണ്. അപ്പോൾ പ്രാക്ടിക്കലായി ഡിസിഷൻസ് എടുക്കണോ, കുറെ ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ഡിസിഷൻസ് എടുക്കണം. ഇമോഷണൽ ഒട്ടും അല്ല നിങ്ങൾ ഈ മാസം. അപ്പോൾ ഔട്ട്കം നിങ്ങളുടെ 9 of Swords ആണ്. ഔട്ട്കമിൽ കുറെ സ്ട്രെസ് ഉണ്ട്, എൻസൈറ്റി ഉണ്ട്, വറീസ് ഉണ്ട്, രാത്രി ശരിക്കും ഉറക്കമില്ല. പക്ഷെ ഇവിടെ ഒരു പുതിയ ബിഗിനിങ്ങും വരുന്നുണ്ട്. ഒരു Ace of Cups ഒരു പുതിയ ലവ് ഇൻട്രസ്റ്റ് ആണ്. അതല്ലാണ്ട് കുറെ പാഷൻ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഓഫർ മാത്രമല്ല, കുറെ ഓഫേഴ്സ് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഔട്ട്കം എനിവേ പോസിറ്റീവ് ആണ്. പക്ഷെ അതുണ്ടായിട്ടും നിങ്ങൾ കുറെ ഒരു സ്ട്രെസ്ഫുൾ എനർജിയിലാണ്. നിങ്ങൾ കുറെ സ്ട്രെസ് എടുക്കണു. അതിന്റെ കാരണം എന്താ വെച്ചാൽ വേറെ ആൾക്കാർ ഇതിൽ ഈ നിങ്ങളുടെ ലൈഫിൽ കുറെ ഇന്റർഫിയർ ചെയ്യുന്നുണ്ടാവും. കുറെ വേറെ ആൾക്കാരുടെ ഒപ്പീനിയൻസും അതൊക്കെ ഉണ്ടാവുമ്പോൾ മൊത്തം ഒരു കൺഫ്യൂഷൻ ആണ് ഈ മാസം നിങ്ങൾക്ക്, നിങ്ങളുടെ എനർജി. ഓക്കെ, പക്ഷേ ഗുഡ് ന്യൂസ് എന്താ വെച്ചാൽ ആ കൺഫ്യൂഷനിൽ നിങ്ങൾ പുറത്തു വന്ന് നിങ്ങൾക്കൊരു പ്രാക്ടിക്കലായി സൊല്യൂഷൻ കിട്ടും, ഒരു പ്രാക്ടിക്കലായി വഴി കിട്ടും ഇതിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ എന്താണ് ഔട്ട്കം? ഔട്ട്കം അല്ല, സോറി, ഒറക്കിൾ കാർഡ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? ഒറക്കിൾ കാർഡ് പറയണത് ഡോണ്ട് ലെറ്റ് യുവർ പാസ്റ്റ് ഹോൾഡ് യു ബാക്ക്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിന്റെ കാരണം ഫ്യൂച്ചറിനെ സാബോട്ടാജ് ചെയ്യരുത്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഫ്യൂച്ചറിൽ കുറെ ന്യൂ ബിഗിനിങ്സ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഇവിടെ കാണുന്ന സൈൻസ് അക്വേറിയസ് ഉണ്ട്, ടോറസ് ഉണ്ട്, ലിയോ ഉണ്ട്, ലീബ്ര ഉണ്ട്. കുറെ അക്വേറിയസ്, ലീബ്ര, ജെമിനി ആണ് കൂടുതൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ്. ആൻഡ് കാപ്രിക്കോണും ഉണ്ട് കേട്ടോ, കാപ്രിക്കോണും ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ ഉടനെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത് ടോട്ടലി ഫ്രീ ആണ് ചെയ്യാൻ. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.